ശ്രീ ജോസഫ് സി മാത്യു, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ശരി. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നൂതനമായ പദ്ധതികൾ, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പദ്ധതികളായിരിക്കും ഒരു ധനമന്ത്രി ആവിഷ്കരിക്കുക. ഇതിലെന്ത് ഇന്നൊവേഷനാണ് ഉള്ളത്? പരമ്പരാഗതമായി സ്ഥിരം വേട്ടമൃഗങ്ങളായ ഭൂനികുതി, മദ്യം, ലോട്ടറി എന്നിവയല്ലാതെ ഒരു 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 നികുതി പിരിവിന് ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഈ ബജറ്റിൽ കാണുന്നുണ്ടോ? അതിൽ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പം യഥാർത്ഥത്തിൽ ബാലഗോപാൽ ഒരു കുറച്ചുകൂടി സത്യസന്ധനായിട്ടുള്ള ഒരു ഈസ് നോട്ട് എ ബെറ്റർ ഓൺ സ്റ്റേജ് പെർഫോമർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരണത്തിൽ തന്നെ ശരീരഭാഷയിലും വായിക്കുന്ന രീതിയിലും അതിൻ്റെ ടെക്സ്റ്റിലും എല്ലാം തന്നെ ആ ഒരു വിരസത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യവുമാണ്. നമ്മൾ ഇപ്പം നികുതി കണ്ടമാനം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങൾ ബഡ്ജറ്റിലൂടെയും ഇനിയും ഇലക്ട്രിസിറ്റി ചാർജിലൂടെയും ഒക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ നമുക്ക് GSTയും നമ്മളുടെ തീരുമാനമെടുക്കാനുള്ള അവകാശത്തിൽ നിന്ന് പോയ സ്ഥിതിക്ക് സംസ്ഥാനത്തിലെ ധനമന്ത്രിമാർക്ക് അവരുടെ വിഭവം ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിൽ വളരെ കുറവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്യുന്നത്, അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അദ്ദേഹം പറയാൻ നിർബന്ധിതമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പ്രതിസന്ധി നമ്മൾ അതിജീവിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അതിജീവിച്ചാൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഉൾപ്പെടെ ഇത്രയധികം പെൻഡിങ് വരിക? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2500 കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്നിട്ട് 1 രൂപ പോലും കൂട്ടാൻ കഴിയാതിരിക്കുക, അതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അതിജീവിച്ചു എന്നാണ്, അത് പ്രതിസന്ധിയുടെ രൂക്ഷഘട്ടം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പ്രതിസന്ധിയെ അതിജീവിച്ചു എന്നാണ് പറഞ്ഞത്. മെച്ചപ്പെട്ടു, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഘട്ടത്തിൽ അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും പ്രസംഗം കേട്ടത് മാത്രമേ ഉള്ളൂ, ഡോക്യുമെൻ്റ് കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തു തന്നെ ആയാലും നേരത്തെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ടു എന്നും അതിൻ്റെ പദ്ധതി വിഹിതം കൂടി എന്നും പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെയുള്ളതിൽ കുടിശ്ശിക വരുന്നത് എന്നും കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നില്ല. തീർച്ചയായിട്ടും അതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാവാൻ വഴിയില്ല, അവരുടെ നിവർത്തികേട് കൊണ്ടാകാനേ വഴിയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടത് മെച്ചപ്പെട്ടെങ്കിലും ഞങ്ങളുടെ പ്രയോറിറ്റി ഇതല്ലാത്തത് കൊണ്ട് ഞങ്ങളിത് കൊടുത്തില്ല എന്നാണ് പറയേണ്ടത്. ഞാൻ രണ്ടാമത് പറയാൻ വന്നത്, സാധാരണ ഇടതുപക്ഷ സർക്കാരുകളുടെ ബഡ്ജറ്റിൽ 1957 സർക്കാർ മുതൽ പിന്തുടർന്നു വരുന്ന ചില നയങ്ങളെക്കുറിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ വെറുതെ ആണെങ്കിലും അത് അനുസ്മരിക്കുകയും അത് ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്യും. അതും ഇന്ന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ കേട്ടില്ല ഏതായാലും. അപ്പോൾ അത് പക്ഷേ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു വിഴിഞ്ഞം ബഡ്ജറ്റാണിത്. നമ്മുടെ പ്രതീക്ഷ മുന്നോട്ട് പോക്കിനുള്ള ഏക പ്രതീക്ഷയായി ഈ ബഡ്ജറ്റിലൂടെ നമ്മൾ കാണുന്നത് വിഴിഞ്ഞമാണ്. പല പദ്ധതികളും പണം നീക്കി വെച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം വിഴിഞ്ഞം സെൻട്രിക്കാണ്. അപ്പോൾ അവിടെ ഒന്ന് ഞാനതിനോട് യോജിക്കുന്നില്ല. വിഴിഞ്ഞം അങ്ങനെ വിജയിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണെന്ന് അതിൻ്റെ പദ്ധതി റിപ്പോർട്ട് വായിച്ചാലും സാഹചര്യങ്ങൾ നോക്കിയാലും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ആ പദ്ധതിക്ക് അനുകൂലം നിൽക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അതെന്ത് തന്നെയായാലും ഇടതുപക്ഷ സർക്കാർ, ഇപ്പോൾ പിണറായി സർക്കാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയോട് മാപ്പ് ചോദിക്കേണ്ടതാണ്. കേരളത്തിന് ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏക നാന്ദിയാണ് വിഴിഞ്ഞം പദ്ധതിയെങ്കിൽ അത് മാപ്പ് ചോദിക്കേണ്ടതാണ്. അത് മാത്രമല്ല, സീപ്ലെയിൻ പദ്ധതിക്ക് വേണ്ടി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു വലിയ നയം മാറ്റം. നാളിതുവരെ 57 മുതൽ നാളിതുവരെ ഇടതുപക്ഷ സർക്കാരുകൾ പിന്തുടർന്നിരുന്ന എന്ന് പോലും ഞാൻ പറയുന്നില്ല, പ്രഖ്യാപിച്ചിരുന്ന നയങ്ങളിൽ നിന്ന് വളരെ വലിയ മാറ്റം. അത് ഈ ബയോ എത്തനോൾ എന്ന് പറയുന്ന ബ്രൂവറിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളായാലും കിഫ്ബിയുടെ ടോള് പിരിക്കാൻ വേണ്ടിയുള്ള എഥനോൾ നിർമ്മാണത്തിനുള്ള സാധ്യത പഠിക്കാൻ വേണ്ടി 10 കോടി എന്നാണ്. എഥനോൾ നിർമ്മാണ പ്ലാന്റിന് അനുമതി കൊടുത്തതിന് ശേഷമാണ് സാധ്യതാ പഠനം.
സാധ്യത പഠിക്കുന്നത്. അല്ല, അത് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ മാറ്റിവെക്കുന്നതിന് അല്ലെങ്കിൽ ഇത്ര തുക കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ്. ഈ സ്വകാര്യ കമ്പനികൾ വരുന്ന കാര്യത്തിൽ അതും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് യഥാർത്ഥത്തിൽ 20-25 കാലഘട്ടത്തിലേക്ക് അവർ നടപ്പിലാക്കി തുടങ്ങിയ ഒരു പദ്ധതിയിൽ ഈ സംസ്ഥാന സർക്കാർ എന്താണ് ഈ സാധ്യതകൾ പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നത് പുതിയ ഏതെങ്കിലും കാർഷിക വിളകളും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താമോ എന്നൊക്കെ ഉള്ളതാണോ, അത് ആരെ ഏൽപ്പിക്കും, ഇതൊക്കെ പക്ഷേ പ്രഖ്യാപനങ്ങളാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 വർഷത്തെ ബഡ്ജറ്റ് ഒരു ചാർട്ടിൽ എടുത്തിട്ട് നമ്മൾ ഓരോന്നിനുമുള്ള പദ്ധതികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നിരാശ തോന്നുന്നു നമ്മൾ ഇത്രയും സമയം ഈ കാര്യങ്ങളിൽ മെനക്കെടുത്തുന്നതിൽ. ഇനി ഒരു ഇതും വിമർശനവും കൂടി എനിക്കുള്ളത്, സംസ്ഥാനം ഇപ്പം നേരിടുന്ന അതിരൂക്ഷമായ ഒരു പ്രശ്നം ഈ വന്യജീവി ആക്രമണമാണ്. സത്യത്തിൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിനുവേണ്ടി 50 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 50 കോടി രൂപ എന്ന് പറയുന്നത് വളരെ അപര്യാപ്തമാണ്. നമ്മൾ ഈ പറയുന്ന ഫെൻസിങ്ങുകളുടെയും മറ്റു പല കാര്യങ്ങളുടെയും കാര്യം ഇത് ഒരു പ്രദേശത്തല്ല, ഇത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് പോലും അല്ല. ജനങ്ങളെ കാട്ടാന, കടുവ, പുലി നമ്മൾ ആവർത്തിക്കുന്നില്ല, അവന് പന്നി പോലുള്ളവരുടെ കാര്യം പറയുകയും വേണ്ട. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങൾ മാറ്റി വാങ്ങാനായി 100 കോടി രൂപ, റിസർച്ചിൽ തുക കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി 50 കോടി രൂപ, പിന്നെ CM റിസർച്ചേഴ്സിന് 20 കോടി രൂപ, മറ്റ് വേറെ ഏതോ ഒരു വെഹിക്കിൾ പദ്ധതിക്ക് 50 കോടി രൂപ. അത് അങ്ങനെ അതായത് പ്രയോറിറ്റി നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രയോറിറ്റിയുമായിട്ട്, പ്രത്യേകിച്ച് കർഷകരുടെയും അടിസ്ഥാന വർഗത്തിൻ്റെയും പ്രയോറിറ്റിയുമായിട്ട് ഇത് ഒട്ടും ചേർന്ന് നിൽക്കുന്നില്ല. നിങ്ങൾ കർഷകരുടെ വിഷയം തന്നെ പറയുമ്പോൾ നെൽകർഷകരുടെ വിഷയം 150 കോടിയുടെ കാര്യം പറയും. സത്യത്തിൽ എന്താണ് ഈ ബേബി കമ്മിറ്റി തന്നെ അപര്യാപ്തമാണ്. നിങ്ങൾ നെൽവില കർഷക സംഘത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നപ്പോൾ ശ്രീ ബാലഗോപാൽ 40 രൂപ നെൽവിലയാക്കണം എന്നാവശ്യപ്പെട്ട ആളാണ് ശ്രീ ബാലഗോപാൽ. അത് പോട്ടെ, ഒരു ചുമതലയിലിരിക്കുമ്പോൾ ധനമന്ത്രിയാകുമ്പോൾ അങ്ങനെ തന്നെ നടപ്പിലാക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഈ ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇത് 28 രൂപ വില നിശ്ചയിച്ചിട്ട് ഏതാണ്ട് 4 വർഷത്തിലധികമായി. ഇതിന് ശേഷം കേന്ദ്ര സർക്കാർ 3-4 തവണ വില വർദ്ധിപ്പിച്ച് 18 രൂപ ചില്ലുവാനം കൊടുത്തിരുന്നിടത്തുനിന്ന് ഇപ്പോൾ 22 രൂപ ചില്ലുവാനായി. അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തതെന്താന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരുന്ന 9 രൂപ ചില്ലുവാനം ഓരോ തവണ കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് സംസ്ഥാന സർക്കാർ കുറയ്ക്കുകയാണ്. അതായത് കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഗുണം കർഷകർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ആ വർദ്ധിപ്പിക്കുന്ന അത്രയും തുക സംസ്ഥാന സർക്കാർ എടുക്കുകയാണ്. വേറെ ഏതെങ്കിലും മേഖലയിൽ, ഒരു സംഘടിത മേഖലയിൽ ഇത് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ട് ഈ നെൽവില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ പകരം സപ്ലൈകോയിൽ നിന്ന് കോർപ്പറേറ്റീവ് സെക്ടറിലേക്ക് നെൽ സംഭരണം മാറ്റാൻ, അത് 20 വർഷം മുമ്പ് പരാജയപ്പെട്ട സ്കീമാണ്. തുക ഒരിക്കലും കർഷകർക്ക് കിട്ടാത്ത രീതിയിൽ അതിലേക്ക് നീക്കാൻ വേണ്ടി ഈ നെൽവയലിൻ്റെ നടുക്ക് ഈ സംഭരണശാലകൾ പണിയുന്നതിന് വേണ്ടി തുക മാറ്റിവെച്ചാൽ ഇത് നെൽകൃഷിയെ സഹായിക്കാനാണോ പിറകോട്ടടിക്കാനാണോ? ഇത്തരം കാര്യങ്ങൾ ഇത് അറിയാൻ വയ്യാത്തവരല്ല, ഇവർ ഈ മേഖലയിലാണ് ഇവരുടെ എക്സ്പെർട്ടീസ്, ഇവർ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ചിലപ്പം കെ എം മാണി സാറിൻ്റെയൊക്കെ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഭരണങ്ങാനം ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൊല്ലം ബഡ്ജറ്റ് എന്ന് പറയാത്തതിൻ്റെ കാര്യം ഇത് നടപ്പിലാകാൻ പോകുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശാസ്താംകോട്ടയ്ക്ക് ഒരു പദ്ധതി, കൊല്ലത്ത് മെറീന പദ്ധതി, കൊല്ലം പുനലൂർ വിഴിഞ്ഞം ഇടനാഴി പദ്ധതി, കൊല്ലത്ത് IT പാർക്ക്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗൗരവതരമായിട്ട് എടുക്കാത്തതിൻ്റെ കാര്യം ഈ ഡോക്യുമെൻ്റ് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, ചുമ്മാ ഒരു ആഗ്രഹവും ഇലക്ഷന് മുന്നോടിയായിട്ട് കൊല്ലത്തുനിന്ന് വരുന്ന പ്രതിനിധി എന്നുള്ള രീതിയിൽ ശ്രീ ബാലഗോപാൽ പറയുന്നതാണെന്ന് അറിയാവുന്നത് കൊണ്ടും ആൾക്കാർ ഗൗരവതരമായി എടുക്കാത്തത് കൊണ്ടാണെന്നാണ്